എന്ത് മൂവിയാണ് എടുത്തു വെച്ചേക്കുന്നത്. 30 കോടിക്ക് ഒരു ലോകോത്തര സിനിമ, അത് മലയാളത്തിൽ ഈ വക എടുത്തു വെക്കണം എന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത അറ്റംപ്റ്റ് തന്നെ ആയിപ്പോയി. നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ മസിൽ പിടിച്ചിരിക്കാണ്ട് അത് തിയേറ്ററിൽ തന്നെ പോയി കാണട്ടെ നിങ്ങൾ ആ മൂവി. അത് OTT വരട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് നിൽക്കരുത്. ഞാൻ ഈ പറയുന്ന മൂവി ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. ഇപ്പം ലോക ചാപ്റ്റർ 1 ആണ് ചന്ദ്ര. തീർച്ചയായിട്ടും നിങ്ങളത് തിയേറ്ററിൽ പോയി കാണണം. വേറെ എന്താ പറയുക, ഞാൻ ഒരുപാടൊന്നും മൂവി റിവ്യൂ ചെയ്യുന്ന ഒരാളൊന്നുമില്ല കേട്ടോ. പക്ഷെ ആ മൂവി പോയി കണ്ടപ്പം അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അതിൽ മൊത്തം ക്രൂ ഉണ്ടല്ലോ, എന്ത് രസമായിട്ട് ആ മൂവി എടുത്തു വെച്ചേക്കുന്നത്. ഇങ്ങനത്തെ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ഒരു മിന്നൽ മുരളി നമ്മൾക്ക് അറിയാം, പക്ഷെ അങ്ങനത്തെ ഒരു മൂവിയല്ല. അതൊരു നോർമൽ ഒരു പവർ കിട്ടുന്ന സൂപ്പർ ഹീറോ വരുന്നു, കുറേ നാടിനെ രക്ഷിക്കുന്നു, മറ്റത് മറിച്ച്. ഇത് അങ്ങനത്തെ ആ ഒരു കൾച്ചർ എന്നൊക്കെ മാറി. നമ്മൾ ഈ ഹോളിവുഡ് മൂവീസിൽ കാണില്ല, ഒരു വേൾഡ് തന്നെ ഉണ്ടാക്കും, ഒരു വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ചാപ്റ്റേഴ്സ് ആയിട്ട് ചെയ്യുന്ന മൂവീസ് ഉണ്ട്. അങ്ങനത്തെ അവഞ്ചേഴ്സ് എടുത്ത് നമുക്കറിയാം. അതുപോലത്തെ ഒരു അറ്റംപ്റ്റ് ആ ഒരു തീം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഈ നമ്മുടെ ഡയറക്ടറെ കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത്, പുള്ളിക്ക് ആ ഒരു ഐഡിയ മനസ്സിലോട്ട് കൊണ്ടുവന്ന്, അത് ദുൽഖറാണ് ഇതിൻ്റെ ഇത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ. ദുൽഖറിനെ അത് കൺവിൻസ് ചെയ്ത്, അല്ലെങ്കിൽ ദുൽഖർ ആ ഒരു അറ്റംപ്റ്റ് എടുത്തിട്ട് 30 കോടി അതിന് വേണ്ടി ചിലവാക്കാം, നീ ആ മൂവി എടുത്തോ എന്ന് പറഞ്ഞ് ആ ഒരു ധൈര്യം കൊടുക്കണമെങ്കിൽ, എൻ്റെ പൊന്നു ദുൽഖറെ DQ, നിങ്ങളൊരു സംഭവം തന്നെ. ഇങ്ങനത്തെ ഒരു മൂവി എടുപ്പിക്കണമെങ്കിൽ എൻ്റെ ഡയറക്ടർ ഡൊമിനിക് അരുൺ, പുള്ളിയുടെ തലയിൽ തോന്നിയിട്ടുള്ള ഒരു ഐഡിയ നമ്മളിതിൻ്റെ ട്രെയിലറും ടീസറും കണ്ട സമയത്തുണ്ടല്ലോ, ഞാനിങ്ങനെ ഈ മൂവി കാണാൻ പോകുമ്പോൾ ഓക്കെ, ഇവൾ മിക്കവാറും വേറൊരു ഏലിയൻ വേൾഡിൽ നിന്ന് വരുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഏലിയൻ വേൾഡിൽ നിന്ന് ഒരാൾ വന്നിട്ടുള്ള എന്തോ സംഭവം എന്നും പറഞ്ഞ് പോയിരിക്കുന്ന നമ്മളുടെ മുമ്പിലോട്ട് വെച്ച് തരുന്നത് ഏലിയനൊന്നും അല്ല, അതിൻ്റെയൊക്കെ മേലെ വേറൊരു സാധനത്തിന് വെച്ച് തരുന്നത്. എടുത്തു പറയാനുള്ളത് അതിൽ ബാക്കി ഇപ്പം എന്താ പറയുക, നമ്മൾ അതിൽ അഭിനയിച്ച ആളുകളെ കല്യാണി പ്രിയദർശൻ അവസം ഒരു രക്ഷയില്ല. ഒരു പെൺ ക്യാരക്ടർ ഇതുപോലെ ചെയ്തത് കിഡുമായിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇങ്ങനത്തെ ഒരാൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നസ്ലിൻ, അതുപോലെ തന്നെ നസ്ലിൻ്റെ കൂടെ സലീം കുമാറിൻ്റെ മകൻ, എല്ലാവരും ഒന്നിനൊന്ന് രസം. പിന്നെ അതിലെ വില്ലൻ്റെ കാര്യം എടുത്ത് പറയാനുണ്ട്. പല വില്ലന്മാരുണ്ട് എന്ന് വിചാരിച്ചോളൂ. പക്ഷെ അതിൽ ആ ഒരു വില്ലൻ തമിഴ് ക്യാരക്ടറായിട്ട് വരുന്നിട്ടുള്ള സാൻഡി ഒരു രക്ഷയില്ല, കിടു. ചെറിയ ചെക്കനാന്ന് തോന്നി, ചെറിയ ചെക്കൻ. അവൻ്റെ ഒരു കയ്യിൽ നിന്ന് അവൻ എടുത്തിട്ട് സാധനം ഉണ്ടല്ലോ, എത്ര ഹെവി ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട് അവനെ അതിൽ മുന്നോട്ടെടുത്ത് വെക്കുന്നത്. പിന്നെ അതിലെടുത്ത് പറയാനുള്ളത് എന്താ പറയുക, അതിൻ്റെ മ്യൂസിക്കൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അത് ആരാണ്? ജെയ്ക്സ് ബിജോയ് ഒന്നും പറയാനില്ല, കിഡു ആണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പുള്ളി തന്നെ ആണെങ്കിൽ എല്ലാം വേണ്ട സ്ഥലത്ത് വേണ്ട പോലെ, വേണ്ടത് കൂടാതെ എടുത്ത് വെച്ചിട്ടുള്ളൊരു സാധനം. പിന്നെ എടുത്ത് പറയാനുള്ള സിനിമാറ്റോഗ്രാഫി, നിമിഷ് രവി. നമുക്കറിയാം, നമ്മൾ ഒരുപാട് VFX ഒക്കെ കുത്തിക്കയറ്റി ഇല്ലാത്തൊരു സിനിമ, ആ സിനിമക്ക് പിന്നെ ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ ഇങ്ങനത്തെ ഒരു മൂവി കൊടുക്കാൻ പറ്റുന്ന അതിൻ്റെ സിനിമാറ്റോഗ്രാഫി തന്നെയായിരിക്കും. അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ കാണാൻ നിങ്ങൾ ആ ഫിലിം ബേസ് ചെയ്തത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ആ ഫിലിം വരുന്നത്. ഇത് കൂടുതൽ ഞാൻ പറയാൻ പറ്റില്ലല്ലോ അല്ലേ. പക്ഷേ നമ്മൾ കണ്ട ബാംഗ്ലൂർ അല്ല നമ്മൾ ഈ ഫിലിമിൽ കാണുന്നത്. ഓരോ പോർഷൻസ്, നൈറ്റ് പോർഷൻസ് വരുന്നത്, റൂമിൻ്റെ അകങ്ങൾ വരുന്നത്, മറ്റ് ചില ഏരിയാസിലൊക്കെ ഈ ഫിലിം ഒരുപാട് വൈഡ് റേഞ്ച് ലൊക്കേഷനിലോട്ടൊന്നും ഈ മൂവി പോകുന്നില്ല. ഇതിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു മൂവിയിൽ അതിൻ്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ നിങ്ങൾ കാണണം. അതായത് ഒരു കാണിക്കുമ്പോൾ ബിൽഡിങ്ങിൽ വരുന്ന കളേഴ്സ്, അതിൻ്റെ ബോർഡിൽ വരുന്ന, ജസ്റ്റ് ഇപ്പോൾ നമ്മളൊരു ബോർഡ് വയ്ക്കുമല്ലോ, നമ്മൾ നോർമൽ ബോർഡിൽ വരുന്ന കളേഴ്സ്, സ്ട്രീറ്റിൻ്റെ കളേഴ്സ്, സ്ട്രീറ്റിലൂടെ ഇവർ പോകുമ്പോൾ 2 സൈഡിൽ വരുന്ന നിയോൺ ലൈറ്റ്സ്, കളേഴ്സൊക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മൾ ചില ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സ്ട്രീറ്റുകൾ. പക്ഷേ അതിൽ എക്സ്ട്രാ അത് VFX ഒന്നും അല്ല, VFXനെ കൂടുതൽ കളർ ഗ്രേഡിങ്ങും മറ്റ് അറേഞ്ച്മെൻറ്റ്സും ആർട്ട് ഡയറക്ഷനൊക്കെ അടിപൊളി. ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ആരാണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെങ്കിലും ആ ചെയ്തവന്മാരുണ്ടല്ലോ ഒരു രക്ഷയില്ലാണ്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു മൂവി നമ്മൾ 100, 200, 300 ചവറ് പോലെ നമുക്ക് തോന്നും. നമ്മൾ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ 500, 200 കോടി, 300 കോടി എന്നിട്ട് എടുത്ത് വെക്കുന്നത് VFX സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെ മുമ്പിലോട്ട് എടുത്തിട്ട് വരുമ്പോഴല്ലോ കാർക്കിച്ച് തുപ്പാൻ തോന്നും. ഈ ലോക വെറും 30 കോടിക്ക് ഇങ്ങനത്തെ ഒരു മൂവി ഇവന്മാരെ കയ്യിലേക്ക് ഒരു 100 കോടി കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ലോകോത്തര മൂവിന്ന് വെറുതെ പറയില്ല, ഈ ഹോളിവുഡ് ആൾക്കാർ വരെ വന്ന് ക്യൂ നിന്നേനെ ഇവരെ കൊണ്ടൊക്കെ മൂവി എടുപ്പിക്കാൻ. സത്യം, ഈ കുറേ പൈസ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പൈസ വെളുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ കോടികൾ, ഒരു തമിഴ് മൂവി എന്തോ ഒരു സൂപ്പർ സ്റ്റാറിന് 100 കോടി 150 കോടി അവൻ്റെ മാത്രം
അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഡയറക്ടർക്ക് ഒരു 100 കോടി, എന്നിട്ട് ഫിലിം എടുത്ത് വെക്കും, ഒരു ചളുക്ക് സിനിമകൾ എടുത്ത് വെച്ചിട്ട് ടോട്ടൽ ബഡ്ജറ്റ് 500 കോടി, ഫസ്റ്റ് ഡേ കളക്ഷൻ 100 കോടി, 4-ാമത്തെ ദിവസം പടം കൂട്ടിക്കെട്ടി OTT-ലോട്ട് പോകും. അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും കാണാറല്ലേ, ഈ തമിഴ്, ഇംഗ്ലീഷല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി മൂവിയിലൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുള്ളൂ. ഈ മൂവിയൊക്കെ വന്മാരൊന്ന് കാണിച്ചു കൊടുക്കും, എങ്ങനെയാണ് ഒരു മൂവി എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ബാക്കി പ്രൊഡക്ഷനും കാര്യങ്ങളും ചെയ്യേണ്ടത്, അതിലെങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് വരെ A to Z പെർഫെക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത ഒരു മൂവി. പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക, IMAX-ൽ എവിടെയെങ്കിലുമൊക്കെ പോയി തന്നെ ഇരുന്ന് കണ്ടിട്ട് ആ മൂവി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾ വെറുതെ പറയില്ല, സത്യം പറയാം, കണ്ട് 2.5 മണിക്കൂർ 150 മിനിറ്റ് മൂവി, അടിപൊളി.